പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ കർണാടക സ്റ്റേറ്റ് ഫെബ്രുവരി YP-യിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നമ്മുടെ YP-യുടെ അനുഗ്രഹത്തിനായി നമുക്ക് നമ്മുടെ YP-യെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറത്തോൻ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ഈ ദിവസം ദൈവമേ ഫെബ്രുവരി മാസം YP-ആയി കൂടി വരുവാൻ അങ്ങ് ഇടയാക്കി നല്ല സമയത്തിനായി അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. ഇന്നത്തെ YP മീറ്റിങ്ങിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിലെ YP-യെ ദൈവമേ അങ്ങ് അനുഗ്രഹിച്ച അങ്ങയുടെ മാറ്റമില്ലാത്ത വിശ്വസതയ്ക്കും കരുണയ്ക്കുമായി ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പാ സ്തോത്രം ദൈവമേ. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മീറ്റിങ്ങുകളെ ഇന്ന് അനുഗ്രഹിക്കണേ അപ്പാ സ്തോത്രം ദൈവമേ. ഇന്നത്തെ പ്രോഗ്രാമുകളെ ദൈവമേ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രോഗ്രാം ചെയ്യുന്ന ഓരോരുത്തരെയും കരങ്ങളേൽപ്പിക്കുന്നു അപ്പാ ദൈവമേ. നല്ല രീതിയിൽ ദൈവമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവർക്ക് ദൈവമേ സഹായിക്കണേ അപ്പാ. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ ഈ YP പ്ലാറ്റ്ഫോം മുഖാന്തരം ദൈവമേ ഞങ്ങളുടെ യുവതലമുറയ്ക്ക് ദൈവമേ അവരുടെ ടാലൻറ്റുകളെ ദൈവമേ ദൈവനാമത്തിനായി ദൈവമേ വിനിയോഗിക്കുവാൻ ദൈവം ഇടയാക്കണേ അപ്പാ സ്തോത്രം. അവരുടെ ആത്മീക വർധനവിന് ദൈവമേ കാരണമായി തീരണേ അപ്പാ. ആദ്യോടന്തം ദൈവമേ പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിനെ ദൈവമേ നയിക്കണേ അപ്പാ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ എല്ലാം ദൈവങ്ങളുടെ അങ്ങയുടെ നാമമഹത്വത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയെ കേട്ടതിനായി സ്തോത്രമെല്ലാം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആദ്യത്തെ പ്രോഗ്രാം സോളോ സോങ് ആണ്. ഫ്രം സർജാപുര. എസ്തേറിനെ ക്ഷണിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധാനേ, മഹത്വം തന്നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരാനേ, വണങ്ങുന്നു തിരുസന്നിധേ. പരിശുദ്ധൻ പരിശുദ്ധാനേ, മഹത്വം തന്നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരാനേ, വണങ്ങുന്നു തിരുസന്നിധേ. തേനിലും മധുരം വേദമല്ലാതെ നേതുണ്ടു ചൊൽ തോഴാ. നിൻ സത്യമിതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴാ. നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴാ. എൻ കർത്താവിൻ മഹത്വം ആർക്കു വർണ്ണിക്കാം. എൻ കർത്താവിൻ തേജസ്സേ ആർക്കു ദർശിക്കാം. നിനക്കു തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. നിനക്കു തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. മനോഹരമായ പാട്ട് പാടുവാൻ എസ്തേറിനെ ദൈവം സഹായിച്ചു. അടുത്ത പ്രോഗ്രാം ആക്ഷൻ സോങ് ആണ്. അതിന് മുണ്ടുകോട്ട് സഭയിൽ നിന്ന് ഏഡൻ എഡ്രിയൽ സാനോനെ ക്ഷണിക്കുന്നു. कौन है राजा
ആക്ഷൻ സോങ് ചെയ്യുവാൻ മക്കളെ ദൈവം സഹായിച്ചു. ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാം മെസ്സേജാണ്. അതിനായി സർജാപുര സഭയിൽ നിന്ന് ജോയാനെ ക്ഷണിക്കുന്നു. Praise the Lord. Greetings to all in the matchless name of our Lord and Savior Jesus Christ. ഇന്ന് എനിക്കിവിടെ അവസരം തന്ന പാസ്റ്ററുകളിലും സെക്രട്ടറിക്കും ഒക്കെ നന്ദി അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്ത വിഷയത്തിനായി ഞാനൊരു വാക്യം വായിക്കുന്നു. ജെറമയ 29:11. For I know the plans I have for you, declares the Lord, plans for welfare and not for evil, to give you a future and a hope. അപ്പം ഞാൻ ഈ വിഷയത്തെ ഒന്ന് റീനെയിം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നെ അറിയുന്ന ദൈവം. സോ നാം നിരൂപിക്കുന്ന നിരൂപണങ്ങളെ ഒക്കെ കർത്താവ് അറിയുന്നു. കർത്താവ് ഒരിക്കലും നമ്മുടെ തിന്മയ്ക്കല്ല, നമ്മുടെ നന്മയ്ക്കാണ് ആഗ്രഹിക്കുന്നത്. സോ നമ്മുടെ ഈ ലൈഫിൽ കുറെ സാക്രിഫൈസസ്, സഫറിങ്സ്, പിന്നെ പെയിൻ ഒക്കെ ഉണ്ടാവും. സോ അതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് എപ്പോഴും നമ്മുടെ ഒരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. Even though the future is so beautiful, the path or the road towards it is full of sufferings, കുറെ വേദനകൾ, സാക്രിഫൈസസ്, സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടായിരിക്കാം. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, God has a perfect and complete plan for us which will be executed at the right time. So for example, football. ഇപ്പം ആ ഒരു ഗെയിമിൽ ഒരേ ഒരു ഗോളേ ഉള്ളൂ, ദാറ്റ് ഈസ് ടു എങ്ങനെയെങ്കിലും ഗോൾ പോസ്റ്റ് വരെ ബോൾ എത്തിക്കണം. പക്ഷെ the path, our teammates അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, ഇഞ്ചുറീസ് ഉണ്ടായേക്കാം. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് ഞാനൊരു വേറെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ജെറമയ 1:5. Before I formed you in the womb, I knew you, and before you were born, I ordained you. I appointed you as the prophet of the nations. അപ്പൊ ഇവിടെ പറയുന്നത്, ഞാൻ ഉണ്ടാകുന്നതിന് മുന്നേ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉളവാകുന്നതിന് മുന്നേ കർത്താവ് നമ്മളെ കണ്ടു, നമ്മളെ വിശുദ്ധീകരിച്ചു. ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മള് ഈ ലോകത്തേക്ക് വരുന്നതിന് മുന്നേ നമ്മളെ കണ്ട് നമ്മളെ ഓർഡെയിൻ ചെയ്യാൻ, നമ്മളെ വിശുദ്ധീകരിക്കാൻ കർത്താവിന് മാത്രമേ സാധിക്കൂ. അവസാനമായിട്ട് ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Psalms 139:1 and 2. Oh Lord, you have searched me and known me. You know when I sit down and when I rise up. You discern my thoughts from afar. ഇവിടെ പറയുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും എല്ലാം കർത്താവ് അറിയുന്നു. എന്റെ നടപ്പും കിടപ്പും വഴികളും എല്ലാം അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. എന്റെ പ്രിയ വൈബി കൂട്ടുകാരെ, നാം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കർത്താവിനെ ഇങ്ങനെ ഡൗട്ട് ചെയ്യാം, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാം. Why is it always me? Like, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ സഫറിങ്സ്? Am I not chosen? എനിക്ക് അങ്ങനെ പ്ലാൻ ഒന്നും ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പം ഇങ്ങനെ ഡൗട്ട് ചെയ്യാം. പക്ഷെ ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മൈ പ്ലാൻസ് ആർ ടു പ്രോസ്പർ യു ആൻഡ് നോട്ട് ടു ഹാം യു. കർത്താവിന്റെ പ്ലാൻ നമ്മളെ തകർക്കുവാനല്ല, നമ്മളെ ഉയർത്തുവാനാണ്. നമ്മളെ തകർക്കുവാനല്ല, നമ്മളെ പണിയുവാനാണ്. അതുകൊണ്ട് നമ്മുടെ നടപ്പും കിടപ്പും എല്ലാം അറിയുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് തന്നെ താന്നിരിക്കാം. May God bless you all. ജെറമയ 29:11 ആസ്പദമാക്കി നല്ലൊരു സന്ദേശം ജോയാനിക്ക് പറയാൻ ദൈവം ഇടയാക്കിയല്ലോ. മകളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാം 7 സഭകളുടെ പേരുകൾ പറയുവാൻ മുണ്ടുകോട്ട് സഭയിൽ നിന്ന് എലൻ ടൈറ്റിസിനെ ക്ഷണിക്കുന്നു. In the name of God, 7 churches name: Ephesus, Smyrna, Pergamum, Thyatira, Sardis, Philadelphia and Laodicea. ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമുക്കൊരു സെർമൺ കേൾക്കാം. അതിനായി കർണാടക സ്റ്റേറ്റ് YP പ്രസിഡന്റ് ആയിരിക്കുന്ന ഡോക്ടർ വിൽസൺ കെ ചാക്കോ അവരെ ക്ഷണിക്കുന്നു. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. It's again a great privilege to meet you all through this state YP monthly program for the month of February. And it is really a great honor and blessing to know that many have come back to us saying that the monthly YP program has been a great blessing. May God's name be glorified. For this month's sermon, let's turn our Bible to the epistle of 2 Corinthians, chapter 5, verse 20. It says like this: Therefore, we are the ambassadors for Christ, God making his appeal through us. We implore you on behalf of Christ, be reconciled to God. I would like to title today's sermon as Christ ambassadors. That's living the gospel in a broken world. Who
represents you? That's a very important question. Every generation understands representation. Brands have ambassadors, nations have diplomats, movements have voices. Representations matter because ambassadors carry the name, the message, and the value of the one who sent them. Scripture declares something astonishing about believers, especially powerful for youth navigating identity and purpose. We are Christ ambassadors. The Apostle Paul uses the term presumen, meaning to act as an official representative or envoy or delegate. This is not a casual title. It is a calling loaded with dignity and responsibility. To be a Christian is not merely to attend church or hold beliefs. It is to represent Jesus Christ in a watching world. We will explore what it means to be Christ ambassadors under these three moments. Number one, our identity, who we are. Number two, our message, what we carry. Number three, the last but not the least, it's our lifestyle, how we live. Our identity, we are the chosen representatives of the King. Ambassadors, let's remember this. Ambassadors are not sent nor not self-appointed. They are sent with authority. Paul says, we are ambassadors for Christ. This identity begins with divine commissioning, not self-promotion. An ambassador does not choose their mission. They are sent by authority. Jesus echoes this in John 20 verse 21. As the Father has sent me, even so I am sending you. The same authority that sent Jesus into the world now sends his followers. For youth, this truth reshapes identity. Your worth is not defined by social media validation, nor your academic performance or peers' approval. Your identity is anchored in calling. You are sent by the King of Kings. Ambassadors do not belong to the kingdom where they are placed or sent. They belong to another kingdom. An ambassador lives in a foreign land but belongs to their homeland. Paul affirms this in Philippians chapter 3 verse 20. Our citizenship is in heaven. This means you may live on earth, but your values come from heaven. You may speak the language of culture, but your allegiance is to Christ. Peter calls believers as sojourners and exiles, that we read in 1 Peter chapter 2 verse 11. Youth often feel the tension of not fitting in, but scriptures explains why. Because you were never meant to blend in, you are meant to stand out. Second thing, what is our message? That's a message of reconciliation. The core message, reconciliation to God. Paul writes, God reconciled us to himself through Christ and gave us the ministry of reconciliation. That's what we read in 2 Corinthians 5:18. The gospel is not self-help, it is a relationship restoration. Youth culture often speaks about healing, self-love, authenticity. The gospel goes deeper. It addresses the root problem, that is separation from God because of sin, which we read in the book of Isaiah chapter 59 verse 2. Through the cross, Jesus bridged that gap.
Ambassadors do not edit the message. That's very important. An ambassador does not change the policy of the nation they represent. Likewise, Christ ambassadors do not dilute the gospel to make it popular. Paul says, we implore you to be reconciled to God. There is an urgency, compassion, and conviction. Youths are often told that the truth is relative, but Scripture counters this with a bold claim. Truth is a person that we read in the Gospel of John, chapter 14, verse 6, where Christ is the truth. Love does not mean silence. Love speaks truth with grace. And the third one is our lifestyle. What is our lifestyle? That's we are the living letters of Christ. Our character matters more than the platforms. Paul reminds the Corinthians elsewhere, you are our letter, known and read by all. That we read in 2 Corinthians 3:2. Before people read Bible, they read believers. An ambassador's credibility is shaped by contact. Youth ministry is not merely about microphones and stages. It's about the integrity in private. How you speak when no one is watching. How you treat people who cannot benefit you. How you respond under pressure. This reveals whose name you carry. Holiness is not an isolation, but a distinction. If you read in Romans chapter 12, verse 2, it commands, do not be conformed to this world. Holiness does not mean withdrawing from the culture. It means engaging without surrendering. Jesus prayed not that his disciples be taken out of the world, but kept from evil. Youths are called to shine in classrooms without compromising convictions. Build friendship without bowing to pressure. Love people without adopting sinful pattern. We see what's our power. God makes his appeal through us. What is our power? The greatest God, the creator of this universe, the omniscient God, the wonder-working God, makes his appeal through us. How does he make it through us? Number one, God works through willing vessels. Paul declares, God makes his appeal through us. The wonder of the gospel is not human eloquence, but divine partnership. The Holy Spirit empowers ambassadors. That what we read in Acts 1:8 promises power to be witness. You are not sent alone. Moses felt inadequate. Jeremiah felt too young. Timothy was timid. Yet God used each one. Availability matters more than ability. Many times we get confused. We think that ability matters. No, God looks into our availability more than ability. Let me conclude. The king is looking for ambassadors. Heaven is still recruiting. Christ still sends. But the world still watches. To be Christ's ambassador is to live with more clarity and conviction. Let me rephrase that again. Number one is our identity. Who we are. Chosen, called, and sent by the King. Our message, what we carry. The ministry of reconciliation through Jesus Christ. And our lifestyle, how we live. A life marked by holiness, love, and truth. To be an ambassador is to know who you are.
not confused by the culture, but confident in the calling. To carry out what you believe. What we believe is the cross, the resurrection, and the hope of reconciliation. And to live how you represent, so that your words, choices, and characters point unmistakably to Christ. Paul's plea now becomes our own. Be reconciled to God. And having been reconciled, we do not remain silent or stationary. We go as His representatives. Youth, the question is whether you represent something. You already do. The deeper question is this: whom do you represent? May we be found the faithful ambassadors, living so distinctively, loving so genuinely, and walking so obediently. The world encounters Jesus Christ through us. Let's close our eyes and look to God in prayer. Heavenly Father, we come before you with a grateful heart, humbled by calling you have placed upon our lives. Thank you for reconciling us to yourself through the sacrifice of your Son, Jesus Christ. We acknowledge that we were once far off, but by your grace we have been brought near. Lord, help us to walk in confidence of our identity as your ambassadors. When the world tries to define us, remind us that we are chosen and sent by you. When the fear or compromise tempts us, anchor us in truth and courage. Fill us with your Holy Spirit that we may carry the message of reconciliation with boldness and compassion. Let our lives reflect the holiness of Christ. Our words echo His love, and our actions display your truth. Use us, O Lord, in our schools, college, workplace, homes, and communities. May others see Christ in us and be drawn to you. Keep us faithful until the day we stand before you, having represented your name well. We offer ourselves afresh to you today. Send us, shape us, and use us for your glory. In the mighty and matchless name of Jesus, we pray. Amen. Amen. Thank you all. May God bless you. See you in the next monthly YP program. Until then, may God be with you. Thank you. അനുഗ്രഹമായ സന്ദേശത്തെ ദേവദാസിലൂടെ നമുക്ക് കേൾക്കുവാൻ ഇടയായല്ലോ. അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്കിടയാവട്ടെ. താങ്ക് യു പാസ്റ്റർ. അടുത്ത പ്രോഗ്രാം സോളോ സോങ് ആണ്. അതിനായി പീനിയ സഭയിൽ നിന്ന് സിസ്റ്റർ ഫേബ നിതിനെ ക്ഷണിക്കുന്നു. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ലാതൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ലാതൊന്നുമില്ലേ. ഹല്ലേലൂയ.
മുമ്പേ നിത്യതയിൽ കണ്ടു എന്നെ, എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിടും. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല തൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ സ്തോത്രമല്ല തൊന്നുമില്ലേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മനോഹരമായ പാട്ടുകളെ പാടിയ സിസ്റ്ററെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും പാട്ടുകളെ പാടുവാനും അനേക വേദിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സിസ്റ്ററെ ദൈവം സഹായിക്കട്ടെ. ഇതോടെ ഈ മാസത്തെ YP പ്രോഗ്രാം, ഫെബ്രുവരി മാസത്തിലെ YP പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഫെബ്രുവരി മാസത്തിൽ നടന്ന ഈ YP ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തുടർന്നും ദൈവമേ നല്ല പ്രോഗ്രാമുകളെ ദൈവമേ ചെയ്യുവാൻ ഓരോ വ്യക്തികൾക്കും ഇടയാവട്ടെ. അപ്പാ സ്തോത്രം. ദൈവമേ ഞങ്ങളുടെ YPയിലുള്ള ദൈവമേ, ലോക്കൽ സഭകളുള്ള ദൈവമേ YP മീറ്റിങ്ങുകളെയൊക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതലമുറയെ ദൈവമേ ഹല്ലേലൂയ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ അവരുടെ ഓരോ ജീവിത മേഖലയിലും ദൈവമേ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടരുന്ന് ദൈവമേ അങ്ങ് ദൃഷ്ടി വെച്ച് ദൈവമേ വഴി നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ സ്തോത്രം. ദൈവമേ YPയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണേ. അപ്പാ സ്തോത്രം. അങ്ങ് ദൈവമേ സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥനയെ കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.